നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന് നാടിന്റെ അന്ത്യാഞ്ജലി. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും കുടുംബത്തിന് ധനസഹായവും നൽകും. വന്യജീവി ആക്രമണം തടയാൻ ആകാവുന്നതെല്ലാം ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വയനാട് ഹർത്താൽ പൂർണ്ണം. പ്രതിഷേധത്തിനിടെ വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ ആക്രമണം. പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ. അക്രമസമരം അംഗീകരിക്കാനാവില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. പരിഹാരം തേടി 3-അംഗ മന്ത്രിതല സംഘം വയനാട്ടിലേക്ക്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറിനെതിരെ ഇ ഡി അന്വേഷണം. കരമന എംപ്ലോയീസ് സഹകരണ സംഘം തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശം. വി സി സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന തീരുമാനം ചാൻസലറെ രേഖാമൂലം അറിയിച്ചു. സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സുപ്രീംകോടതി വിധി ലംഘിച്ചെന്ന് ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തിരുവനന്തപുരത്ത് SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. ഭരണാധികാരികൾ മതത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി. മതചിഹ്നങ്ങളെയും മതചിന്തകളെയും ദുർവ്യാഖ്യാനം ചെയ്ത് അധികാരമുറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പിണറായി വിജയൻ. കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. തോമസ് ചാഴിക്കാടിനെതിരെ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥി. രാജ്കോട്ട് ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സ് ലീഡുമായി ഇന്ത്യ ശക്തമായ നിലയിൽ. 2-ാം ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. ഇലക്ട്രൽ ബോണ്ട് വിധി BJPക്കൊപ്പം തിരിച്ചടിയായത് കോൺഗ്രസിനും. ബോണ്ട് വഴി കോൺഗ്രസിന് ലഭിച്ചത് 1000 കോടിയിലധികം. കൊല്ലം വെട്ടിക്കവലയിൽ നാട്ടുകാർ ദേവസ്വം ബോർഡിന്റെ ആനയെ തടഞ്ഞുവെച്ചു. നടപടി വെട്ടിക്കവല മേലൂട്ട് മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പൂർണ്ണമായും ആനയെ വിട്ടുകൊടുക്കാത്ത ദേവസ്വം ബോർഡ് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ബിസിനസ് മൂല്യം പെരുപ്പിച്ചു കാട്ടി ബാങ്കുകളെ കബളിപ്പിച്ച കേസിൽ ട്രംപിന് $355 മില്യൺ പിഴയിട്ട് കോടതി. ഓൺലൈനായി കോടതിയിൽ ഹാജരായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് ED ആണ് കോടതിയെ സമീപിച്ചത്. നേരിട്ട് ഹാജരാകാത്തതിന്റെ വിശദീകരണം തേടി കോടതി. കാഞ്ഞങ്ങാട് ആവിക്കരയിൽ 3 പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് നഗരത്തിൽ വാച്ചുകട നടത്തുന്ന സൂര്യപ്രകാശ്, ഭാര്യ ഗീത, സൂര്യപ്രകാശിന്റെ അമ്മ ലീല എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ മുഖാമുഖം പരിപാടിക്ക് നാളെ തുടക്കം. നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ടാണ് മുഖാമുഖം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമാകുക വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ. തൃശൂർ എടത്തിരുത്തിയിലെ പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി നാടിന് സമർപ്പിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ബജറ്റ് അവതരിപ്പിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിന് വസ്തു വാങ്ങാൻ 30 കോടിയും 14 പഠിതാക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ 1 കോടി രൂപയും നൽകും. വേനൽ കടുത്തതോടുകൂടി കടന്നൽ ആക്രമണം വ്യാപകം. മൂന്നാർ, നല്ലതണ്ണി, കുറുമല ഡിവിഷനിൽ സ്ത്രീകളടക്കമുള്ള 25 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്.
ഇവരിൽ 14 പേർ മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ. സ്കൂൾ സമയത്ത് ശുചിമുറിയിൽ പുകവലിച്ച സഹപാഠികളെ അധ്യാപകന് കാട്ടിക്കൊടുത്ത 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ഇടുക്കി മൂന്നാറിലാണ് സംഭവം. കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിഡ്സ് സോൺ ആരംഭിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. കിഡ്സ് സോൺ രാജ്പാൽ മീന IPS ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. ടെൻഡർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും പദ്ധതികൾ വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കളക്ടർ. നരേന്ദ്രമോദിയും പാർട്ടിയും പാർലമെന്റിനോട് വിധേയപ്പെട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. മതപുരോഹിതന്റെ വേഷമല്ല പ്രധാനമന്ത്രി കെട്ടേണ്ടതെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. മൂവാറ്റുപുഴ ക്ഷേത്രത്തിന് സമീപം കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് 26 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. പൊളിച്ച് പോലീസ്. സ്വകാര്യ ബാങ്ക് മാനേജറുടെ തിരക്കഥയെന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങളിലൂടെയും ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയുമാണ് പോലീസ് രാഹുലിന്റെ തിരക്കഥ പൊളിച്ചത്. പ്രാർത്ഥനാ കൺവെൻഷനെത്തിയ രാജാക്കാട് സ്വദേശിയായ 14 വയസ്സുകാരനെ ഉപദ്രവിച്ചു. പാസ്റ്ററായ തമിഴ്നാട് ദിണ്ടുക്കൽ സ്വദേശി സെബാസ്റ്റ്യൻ അറസ്റ്റിൽ. മൂന്നാർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ്. വയോജന രോഗി പരിചരണത്തിനായി K4 കെയർ പദ്ധതിയുമായി കുടുംബശ്രീ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവല്ലയിൽ നിർവഹിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. 8 ദിവസങ്ങളിലായി നടന്ന ഇറ്റ്ഫോക്സിന് സമാപനം. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി K രാജൻ. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് കരിക്കകത്ത് ഉദ്ഘാടനത്തിനൊരുങ്ങി. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലിഫ്റ്റ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യും. CPIM നേതാവും പ്രമുഖ വ്യവസായിയുമായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം നാളെ പുറത്തിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകം കഥാകൃത്ത് T പത്മനാഭന് നൽകി പ്രകാശനം ചെയ്യും. മുംബൈയിലെ കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എക്സ്പോ യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. അന്തർദേശീയ പഠനത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കി എക്സ്പോ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം നിയമസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. കേന്ദ്ര സർക്കാരിനെയും BJPയെയും കടന്നാക്രമിച്ചായിരുന്നു കേജ്രിവാളിന്റെ പ്രസംഗം. തൃശൂർ ചേലക്കരയിൽ ക്ഷേത്രത്തിൽ മോഷണം. മോഷണം നടന്നത് പാഞ്ഞാൾക്കാട്ടിൽ കടവ് ക്ഷേത്രത്തിൽ. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടുരുളിയും 6 നിലവിളക്കുകളും മോഷണം പോയി. കരിമണൽ ഖനനത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് കരിമണൽ ഖനനമല്ല, നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള മണൽ നീക്കമെന്നും MA ബേബി.
വ്യാഴാഴ്ച മുതൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. തിയേറ്റർ റിലീസ് ചിത്രങ്ങൾ ധാരണ ലംഘിച്ച് നിർമ്മാതാക്കൾ OTTയിൽ നൽകുന്നു. 42 ദിവസത്തിനു ശേഷമേ OTTയിൽ നൽകാവൂ എന്ന സത്യവാങ്മൂലം ലംഘിച്ചുവെന്നും ഫിയോക്ക്. സംസ്ഥാന അഗ്നിരക്ഷാസേനയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായി ഇനി സ്ത്രീകളുമുണ്ടാകും. 82 പേരാണ് സേനയിലേക്ക് എത്തുക. സേനയിലെ ആദ്യ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരാണ് ഫയർ സ്റ്റേഷനുകളിൽ ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നത്. രണ്ടായിരത്തി 23-24 അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് യൂണിയൻ ഫൈനാൻസ് ഫെസ്റ്റിവലിന് തുടക്കം. കലോത്സവം ഫെബ്രുവരി 19 മുതൽ 23 വരെ നടക്കും. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത സിനിമാ താരം നസ്രിൻ. എറണാകുളം മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. +2, D.Pharm, B.Pharm, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളും വളവും വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ. ആക്രി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ RSS മുൻ സർക്കാര്യവാഹക KC കണ്ണനെയും ഭാര്യ ജിജാബായിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച്. ഇതിനായി പട്ടാമ്പി കോടതിയിൽ ഹർജി നൽകും. തലസ്ഥാന നഗരത്തിൽ കൂടുതൽ റൂട്ടുകളിലേക്ക് ബസ് എത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി ലഭിച്ച 22 ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രി MB രാജേഷ്. കേരള ബ്രാൻഡിങ്ങിലൂടെ വിപണിയും ഗുണനിലവാരവും ഉറപ്പാക്കി ഉൽപ്പാദകനെയും ഉപഭോക്താവിനെയും സംരക്ഷിക്കുമെന്ന് മന്ത്രി P രാജീവ്. ലോകമറിയുന്ന ബ്രാൻഡാണ് കേരളം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും കേരള ബ്രാൻഡിലേക്ക് കൊണ്ടുവരാനാകുമെന്നും മന്ത്രി. MDMAയുമായി സ്കൂൾ പ്രിൻസിപ്പൽ പിടിയിൽ. പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയരാജാണ് അറസ്റ്റിലായത്. MDMA പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ. വിശ്വാസത്തിന്റെ പേരിൽ കേന്ദ്രം വിഭജനം നടത്തുന്നതിലൂടെ രാജ്യം ലോകത്തിന് മുന്നിൽ തലകുനിക്കുന്ന അവസ്ഥയാണുള്ളതെന്ന് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് A വിജയരാഘവൻ. കർഷക തൊഴിലാളി യൂണിയൻ നടത്തുന്ന പാവങ്ങളുടെ പണയണി ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കരകുളത്ത് നിർവഹിച്ചു. കാർഷിക വർഷത്തെ ഫീൽഡ് തല സ്ഥിതിവിവര ശേഖരണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ജില്ലാതല പരിശീലന പരിപാടി ഈ മാസം 20-ന് നടത്തുന്നു. പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടക്കും. പ്രിയങ്ക ഗാന്ധി ആശുപത്രിയിൽ. അസുഖത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കുചേരില്ലെന്നും റിപ്പോർട്ട്. അസുഖം ഭേദമായാൽ ഉടൻ യാത്രയ്ക്കൊപ്പം ചേരുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ദില്ലി IITയിൽ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. IIT ക്യാമ്പസിലെ ദ്രോണഗിരി ഹോസ്റ്റലിലാണ് സംഭവം. മരിച്ചത് മഹാരാഷ്ട്ര നാസിക് സ്വദേശിയായ 23-കാരൻ. മീററ്റിൽ 4 ടൈം ബോംബുകൾ ഉത്തർപ്രദേശ് പോലീസ് കണ്ടെടുത്തു. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ കസ്റ്റഡിയിൽ. ബന്ദിഖേര സ്വദേശികളായ ജാവേദ് ഷെയ്ഖ്, ഇമ്രാന എന്നിവർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അറസ്റ്റിൽ. ബസറ സ്വദേശിയായ അനിൽ കനോജിയാണ് പിടിയിലായത്. ഭാര്യയ്ക്ക്
അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചായിരുന്നു കൊലപാതകം. ഉത്തർപ്രദേശിൽ 6 മാസത്തേക്ക് പണിമുടക്ക് നിരോധിച്ച് യോഗി സർക്കാർ. തീരുമാനത്തിന് പിന്നാലെ വിവാദവും വ്യാപക പ്രതിഷേധവും. ഉത്തരവ് അവശ്യ സേവന പരിപാലന നിയമം ഉപയോഗിച്ച്. മുംബൈ വിമാനത്താവളത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ എയർ ഇന്ത്യക്ക് GDCA കാരണം കാണിക്കൽ നോട്ടീസ്. വീൽചെയർ സർവീസ് വൈകിയതിനെ തുടർന്നായിരുന്നു 80 വയസ്സുകാരൻ മരിച്ചത്. കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ജലന്ധറിൽ പാസ്പോർട്ട് ഓഫീസറെ അറസ്റ്റ് ചെയ്ത CBI. റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ അനൂപ് സിംഗാണ് അറസ്റ്റിലായത്. നിതീഷ് കുമാറിന് വേണ്ടി തന്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. എന്നാൽ സഖ്യം രൂപീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് JDU മേധാവിയാണെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി. ഇന്ത്യൻ പൗരന്മാരുടെയും വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഇന്ത്യൻ പൗരന്മാരുടെയും വിവാഹം നിർബന്ധമായും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമ കമ്മീഷൻ ശുപാർശ. വിവാഹങ്ങളിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രതിരോധ മേഖലയിൽ 84,560 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. തീരുമാനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസൂല വോൺ ഡെർ ലെയ്ൻ. മരണവാർത്തയിൽ അഗാധമായ ദുഃഖവും അസ്വസ്ഥതയുമുണ്ടെന്നും ലെയ്ൻ. ബീജിംഗിൽ നിന്നും ഭീഷണി നേരിടുന്ന തായ്വാനെ അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കണമെന്ന് കാനഡയിലെ തായ്വാൻ പ്രതിനിധി ഹാരി സിംഗ്. തായ്വാനോടുള്ള അന്യായമായ അതിക്രമങ്ങൾ തടയണമെന്നും സിംഗ്. സൈഫർ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെതിരെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ സമീപിച്ച് പാകിസ്ഥാനിൽ വിദേശകാര്യമന്ത്രി മെഹ്മൂദ് ഖുറേഷി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മെഹ്മൂദ് ഖുറേഷിക്കും കേസിൽ 10 വർഷം വരെ തടവ് വിധിച്ചിരുന്നു. ബാരിസ്റ്റർ അലി സഫർ, തോഷഖാന സൈഫർ കേസുകളിലെ മുൻ ശിക്ഷകൾക്കെതിരെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ ഹർജികൾ സമർപ്പിച്ച് ഇമ്രാൻഖാൻ. തനിക്കെതിരെ ചുമത്തിയ ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യം. ബലൂചിസ്ഥാനിലെ ഖരൻ പസ്നി പ്രദേശങ്ങളിലെ റോഡുകൾ അടച്ചതിലും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലും പ്രതിഷേധിച്ച ജനങ്ങൾ. അടച്ചിട്ട റോഡുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കത്തെഴുതി വിദ്യാർത്ഥികളും പ്രദേശവാസികളും. ബലൂചിസ്ഥാനിലെ ഹബ്ബ് ചൗക്കിയിൽ എതിരാളികളായ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടി. ആക്രമണത്തിൽ 2 പേർ മരിച്ചു, 11 പേർക്ക് പരിക്ക്. അക്രമം ശക്തമായതിനെ തുടർന്ന് പ്രദേശത്ത് 144 ഏർപ്പെടുത്തി. ആഗോള സമൂഹം കഴിഞ്ഞ 75 വർഷത്തേക്കാൾ കൂടുതൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്ത ഗുട്ടറസ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ജർമ്മൻ തലസ്ഥാനത്ത് നടക്കുന്ന സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ചർച്ച. പശ്ചിമേഷ്യ, ഉക്രൈൻ, ഇൻഡോ പസഫിക് എന്നിവിടങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് ഇരുവരും.
UAE-ൽ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം ഉറപ്പുവരുത്താൻ വ്യാജ നിയമനങ്ങൾ നടത്തുന്നതിനെതിരെ നടപടികൾ ശക്തമാക്കിയ അധികൃതർ. നിയമലംഘനങ്ങളുടെ തീവ്രതയനുസരിച്ച് 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴ ചുമത്തും. തൃശൂർ കൊടുങ്ങല്ലൂർ കാര സ്വദേശി തയ്യിൽ വീട്ടിൽ സുജിത് ജയചന്ദ്രൻ ഒമാനിലെ സലാലയിൽ മരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കുവൈത്തിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. തൃശൂർ അന്നമനട സ്വദേശി പ്രമോദാണ് മരിച്ചത്. എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി ജീവനക്കാരനായിരുന്നു. ഖത്തറിലെ പ്രവാസി തൊഴിലന്വേഷകർക്കായി കെയർ ദോഹ കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയ്ക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ നൈബാദി ഉസ്മാൻ നേതൃത്വം നൽകി. യൂത്ത് ഫോറം ഹാളിൽ നടന്ന പരിപാടിയിൽ 70-ലേറെ പേർ പങ്കെടുത്തു. ഖത്തർ സംസ്കൃതി ഫുട്ബോൾ ടീമിന്റെ പുതിയ ജേഴ്സിയുടെ പ്രകാശനം നടന്നു. ദോഹയിലെ സംസ്കൃതി കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അറയ്ക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഷാർജ റോളയിൽ ആരംഭിക്കും. ചലച്ചിത്ര താരം ഹൻസിക മോഡ്വാനി ഞായറാഴ്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ഷാർജയിൽ കനത്ത മഴയ്ക്കിടെ റോഡിൽ അഭ്യാസ പ്രകടനം. 11 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഇതേ സ്ഥലത്ത് അനധികൃതമായി ഒന്നിച്ചുകൂടിയ 84 വാഹനങ്ങളും പിടികൂടി. റമദാനെ വരവേൽക്കാനൊരുങ്ങി UAE. ദുബൈയിൽ റമദാൻ സൂഖിന് നാളെ തുടക്കമാകും. ദേര പഴയ മുനിസിപ്പാലിറ്റി സ്ട്രീറ്റിലാണ് സൂഖ് ആരംഭിക്കുക. സൗദി അറേബ്യയിൽ നിക്ഷേപ ലൈസൻസ് നേടിയവരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ വർഷം ഏകദേശം 8,595 നിക്ഷേപ ലൈസൻസുകളാണ് സൗദിയിൽ അനുവദിച്ചത്. 28ാമത് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേള ഫെബ്രുവരി 21 മുതൽ നടക്കും. മാർച്ച് 2 വരെ നടക്കുന്ന മേളയിൽ 34 രാജ്യങ്ങളിൽ നിന്നുള്ള 847 പ്രസാധക സ്ഥാപനങ്ങൾ പങ്കെടുക്കും. അഭിനേത്രി എന്നതിലുപരി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സ്ഥാനത്തേക്ക് നടി ആലിയ ഭട്ട്. പോസ്റ്റർ എന്ന ക്രൈം സീരീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് താരം ഇപ്പോൾ. സീരീസ് ഫെബ്രുവരി 23-ന് പ്രൈമിലെത്തും.